മോർണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസാണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള രണ്ട് പാർട്ടീസുകളാണ്, ഒന്ന് ഹയർ വെൻഡറും മറ്റൊന്ന് ഹയർ പർച്ചേസും. അവരുടെ ബുക്കിൽ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഹയർ പർച്ചേസറുടെ ബുക്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ഹയർ പർച്ചേസർ ഈസ് ദ ബയർ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അപ്പം പർച്ചേസ് ചെയ്യുന്ന ആൾ, ഈ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം പർച്ചേസ് ചെയ്യുന്ന ആളെയാണ് ഹയർ പർച്ചേസർ എന്ന് പറയുന്നത്. ഹയർ വെൻഡർ എന്ന് പറഞ്ഞാലോ, ഹയർ വെൻഡർ ഈസ് ദ ഓണർ ഓർ സെല്ലർ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. വിൽക്കുന്ന ആളെയാണ് അല്ലെങ്കിൽ ഓണറെയാണ് എന്ന് പറയുന്നത് ഹയർ വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസർ സിസ്റ്റം പ്രകാരം ഹയർ പർച്ചേസറുടെ ബുക്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അസറ്റ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അസറ്റിൻ്റെ പേരുണ്ടാവും. അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് കൊടുത്തിട്ടല്ല വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടു ക്യാഷ് എന്നായിരുന്നു വരിക. ടു ഹയർ വെൻഡർ ഇരുന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ അസറ്റ് അക്കൗണ്ട് അപ് ടു ഹയർ വെൻഡർ. അവിടെ ഫുൾ എമൗണ്ട് കാണിക്കും, ഫുൾ ക്യാഷ് കാണിക്കുക. എത്രയാണ്? 10,000 ആണ്. ഫുൾ ക്യാഷ് പ്രൈസാണ് കാണിക്കേണ്ടത്. ആ ഫുൾ ക്യാഷ് പ്രൈസ് കാണിക്കും. ഇനി ഡൗൺ പേയ്മെൻറ്റ് അടക്കുന്ന സമയത്ത്, ഡൗൺ പേയ്മെൻറ്റ് എന്താ? ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ ഹയർ പർച്ചേസ്, അല്ലേ? ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് ഫസ്റ്റ് അടക്കുന്ന എമൗണ്ടാണ് ഡൗൺ പേയ്മെൻറ്റ്. ഫസ്റ്റിൽ അത് കൊടുക്കും. അപ്പോൾ ഹയർ വെൻഡർ അക്കൗണ്ട് അപ് ടു ക്യാഷ്. അതിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. അതിൽ ഡൗൺ പേയ്മെൻറ്റിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ വരുന്ന മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത് കാണിക്കും, അല്ലേ? ബാലൻസിങ് എമൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ഡൗൺ പേയ്മെൻറ്റും കൂടി അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട്, ഇല്ലേ? 2 lakh ആണ് എന്ത് ടോട്ടൽ ക്യാഷ് പ്രൈസ് എന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്തൊരു 50,000 ഡൗൺ പേയ്മെൻറ്റ് കഴിച്ചാൽ ബാക്കി എത്രയാണോ വരുന്നത് അതാണ് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അത് ഡ്യൂ ആകുന്നതാണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ് ടു ആരിലേക്കാണ് ഡ്യൂ ആകുന്നത്? ഹയർ വെൻഡർ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ് ടു ഹയർ വെൻഡർ. പിന്നെ 4th വണ്ണാണ് എന്ത്? ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുക. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്നു, അല്ലേ? ഹയർ വെൻഡർ അക്കൗണ്ട് അപ് ടു ക്യാഷ്. ക്യാഷ് പോകുമ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ആയിരിക്കും കൊടുക്കുന്നത്? ഹയർ വെൻഡർ. പിന്നെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് വരിക. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നു. ആ ജേർണൽ എൻട്രീസ് തന്നെയാണ് പിന്നെ അടുത്ത വർഷങ്ങളിലും വരും. പിന്നെ വരുന്ന ഡിപ്രീസിയേഷൻ. ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ വാങ്ങിച്ച ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം വാങ്ങിച്ച അസറ്റിന് എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതും കൂടിയും കാണിക്കുക. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്. സാധാരണ ജേർണൽ എൻട്രീസ് തന്നെയാണ്. ഡിപ്രീസിയേഷൻ്റെ ജേർണൽ എൻട്രീസ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്. അസറ്റ് കുറയുന്നു, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് കൂടുന്നു, അല്ലേ? ലോസ് വരുന്നു, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്. പിന്നെ ലാസ്റ്റ് ജേർണൽ എൻട്രീസ് വരുന്നത് ഈ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ്. ഇത് വേണമെങ്കിൽ ഒരു ജേർണൽ എൻട്രി മാത്രമായിട്ട് എഴുതാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ രണ്ടായിട്ട് എഴുതാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രീസിയേഷൻ. മേലെ കാണിച്ച ഈ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും എടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് തന്നെയായിരിക്കും അടുത്ത വർഷങ്ങളിലും എന്ത് വരിക? ജേർണൽ എൻട്രി സെയിം ആണ്. ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്നു, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്നു, ഡിപ്രീസിയേഷൻസ് ചാർജ് ചെയ്യുന്നു രണ്ടാമത്തെ വർഷം. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വളരെ സിമ്പിളാണ്. ഹയർ പർച്ചേസറുടെ ബുക്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരമുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.